ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. എപ്പോഴും ഒരേപോലെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറി കൂടിയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം, അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ ഒന്ന് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ഈ ഒരു കറിക്ക് ആവശ്യമായിട്ട് ഞാനൊരു 5 കോഴിമുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കത്തി വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ആദ്യം വരഞ്ഞ് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അടുത്തതിനൊരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി എടുക്കുക. എന്നിട്ട് തീ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണിൽ കുറച്ച് താഴെയായിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ മുളക് പൊടിയൊക്കെ നല്ലൊന്ന് വറവായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ആദ്യം പുഴുങ്ങി വരഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ, അത് എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഒരു മിനിറ്റൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതിയാവും ചെറിയ തീയിൽ. ആ ഒരു മുളക് പൊടി ഉപ്പ് ടേസ്റ്റൊക്കെ ഒന്ന് മുട്ടയിലേക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ഇതുപോലെ ആവുന്ന സമയത്ത് ഞാൻ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ മസാലയാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് മുട്ട അത്യാവശ്യമൊക്കെയായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മൾ മുട്ട വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള എണ്ണയിലേക്ക് ഒരു ഇത്തിരി കൂടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അത്യാവശ്യം വലിയ ഒരു സവാള ഇതുപോലെ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ചെറുതാക്കി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒന്നങ്ങ് വഴന്നോട്ടെ. ഈ സമയത്ത് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് അത് വഴറ്റിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കാഷ്യൂ കയ്യിലുണ്ടെങ്കിൽ ഒരു 5-6 കാഷ്യൂവും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കായിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു മീഡിയം സൈസിൽ വരുന്ന 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് മുറിച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സവാളേനേക്കാൾ കുറച്ച് കൂടുതലാണ് തക്കാളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി അത്യാവശ്യം ഒന്ന് വെന്ത് വന്നോട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടൊന്ന് അങ്ങ് വഴറ്റിയാൽ മതി. അങ്ങനെ തക്കാളി ഉള്ളി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നിട്ട് ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല. ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുത്തതിന് ശേഷം അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതിന് ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇതുപോലെ നന്നായിട്ടൊന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ഗ്യാസ് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഒരു ചെറിയ പീസ് പട്ടയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ സമയത്ത് തന്നെ ഒരു 1/2 ടീസ്പൂണും കുറച്ച് താഴെ ചെറിയ ജീരകം കൂടെ ചേർത്ത് പൊട്ടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഗ്യാസ് നല്ല ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം കേട്ടോ. തീ കൂടി കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകും. ചെറിയ തീയിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മസാലപ്പൊടികൾ ആദ്യം ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കറിക്ക്. എന്നിട്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 കൂടെ ചതച്ചത് അത്രയേ ചേർക്കുന്നുള്ളൂ, കുറഞ്ഞ അളവിൽ മതി. പിന്നെ ഒരു 3-4 പച്ചമുളകും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാശ്മീരി മുളക് കൂടിയല്ല ആദ്യം എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഈ ഒരു എരിവ് പാകമായിരിക്കും, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ തന്നെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ച ടേസ്റ്റ് ഒന്ന് പോയിക്കോട്ടെ. ശരിക്കും ചെറിയ തീയിൽ ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു മണവും കാര്യമൊക്കെ വരും കേട്ടോ. അപ്പോൾ തീ കൂടി പോകണ്ട. ഈ സമയത്തിന് ഇതിലേക്ക് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി ഉള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 കപ്പ് ചെറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഗ്രേവിക്ക് മിക്സാക്കി നോക്കിയിട്ട് ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മസാലപ്പൊടികളും നമ്മുടെ പേസ്റ്റും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സായി വരട്ടെ. ഈ സമയത്ത് കുറച്ചൊരു ലൂസായിരിക്കണം കറി, കാരണം നമ്മളൊരു ഇത്തിരി സമയം തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കുറുകി പോട്ടെ. അപ്പോൾ അതുകൊണ്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്രേവിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഒന്ന് തിളച്ച് വന്നോട്ടെ. ഇങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു 2 നുള്ള്, ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി വരുന്ന സമയത്ത് ഒരു ടേസ്റ്റ് ബാലൻസ്, കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഇതുപോലെ കറിയും തിളയ്ക്കുന്നുണ്ട്.
ഈ സമയത്തിന് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ ഒരു മിനിറ്റൊക്കെ ഒന്ന് തിളച്ചോട്ടെ കേട്ടോ. ഗ്രേവി അത്യാവശ്യം ഒന്ന് കുറുകണം, എന്നാൽ തീരെ ഗ്രേവി ഇല്ലാതെ ആവേണ്ട, കൂടുതൽ കട്ടിയാവേണ്ട, ആ ഒരു രീതിയിൽ. ചാറ് അത്യാവശ്യമൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ സിമ്പിളായിട്ട് എന്നും ഉണ്ടാക്കുന്ന സമയത്ത് മുട്ടക്കറിയിൽ ഒഴിക്കണം നിർബന്ധമില്ല, പക്ഷേ സ്പെഷ്യലൊക്കെ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ക്രീമും കൂടെ ഉണ്ടാകുമ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അത് കയ്യിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് അതുകൂടെ നമ്മുടെ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു ബട്ടർ മസാല ടേസ്റ്റ് വരിക. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി മുറിച്ചതുകൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള പരിപാടി. നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. എന്നിട്ട് ലാസ്റ്റ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ബട്ടർ മേലെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ഇത്തിരിയും കൂടെ അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ബട്ടർ മുട്ടക്കറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടെ കേട്ടോ. ശരിക്കും മുട്ട ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ ഒരു ഗ്രേവി തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കറി തന്നെയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുക. ശരിക്കും പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും വഴറ്റുക, അരയ്ക്കുക, ഒഴിക്കുക, അത്രത്തിനുള്ള. കാണുമ്പോൾ കുറേ പ്രോസസ്സ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ സംഭവം സിമ്പിളാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും ഈ ഒരു മുട്ടക്കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കനും ബീഫൊന്നും ഇല്ലാത്ത സമയത്ത് നെയ്ച്ചോറും ഈ ഒരു കറിയും പിന്നെ വേണമെങ്കിൽ ഒത്തിരി ഗോബി ഫ്രൈയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്